നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 1.5 വർഷത്തോളമായി പശ്ചിമേഷ്യയെ അസമാധാനത്തിലേക്കും കലാപകലുഷിതമായ അന്തരീക്ഷത്തിലേക്കും ഭീകരമായ അരക്ഷിതാവസ്ഥകളിലേക്കും നാശനഷ്ടങ്ങളിലേക്കും നയിച്ച യുദ്ധമാണ് ഇസ്രായേലും ഹമാസ് എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഹമാസ് എന്ന ഭീകരവാദ സംഘടനയ്ക്കെതിരെ ആയിരുന്നുവെങ്കിലും അത് ഗുരുതരമായി ബാധിച്ചത് ഗാസയിലെ നിരപരാധികളുടെ മുകളിലേക്ക് ആയിരുന്നു. ഹമാസ് തീവ്രവാദികൾ ഭീകരതയുടെ നടുത്തുണ്ടം തന്നെ തിന്ന് ജീവിക്കുന്ന നരാധമന്മാർ മാത്രം ആയിരുന്നില്ല. കൂടപ്പിറപ്പുകളെ കൊലയ്ക്ക് കൊടുക്കാൻ മടിയില്ലാത്ത വിധത്തിൽ കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരന്മാരും കുടിലതന്ത്രങ്ങളുടെയും കുരുട്ടുബുദ്ധി പ്രയോഗങ്ങളുടെയും ആശാന്മാരും കൂടെയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തവം എന്ന് പറയുന്നത്. ആരെയും ദ്രോഹിക്കാതെ സ്വന്തം കാര്യം നോക്കി നീങ്ങുന്ന ഇസ്രായേലിനെ പിന്നിലൂടെ വന്ന് മെക്കിട്ട് കയറുകയും ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ അവരുടെ ആക്രമണം തങ്ങളുടെ ദേഹത്ത് കൊള്ളാതിരിക്കാനും ഗാസയിലെ നിരപരാധികളായ ജനങ്ങളിലേക്ക് അത് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ വയോധികരെന്നോ കുട്ടികളെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ അവർക്ക് പെടുമരണം വാങ്ങിക്കൊടുക്കുവാനുമുള്ള പ്രത്യേക ഉത്സാഹമായിരുന്നു ഹമാസിനുണ്ടായിരുന്നത്. 2023 ഒക്ടോബർ 7-ാം തീയതി ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ കയറി നിരപരാധികളായ ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുകയും 100 കണക്കിന് ആളുകളെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ചെയ്തതിനുള്ള തിരിച്ചടിയായി അതിനടുത്ത ദിവസം ആരംഭിച്ച യുദ്ധം 1 വർഷത്തോളം എത്തിയപ്പോൾ ഹമാസ് തീവ്രവാദികളിൽ ഭൂരിപക്ഷവും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും മണ്ണിലടിയിൽ എത്തുകയായിരുന്നു. കാരണം ഇനി ഒരിക്കലും ഈ തീവ്രവാദി കൂട്ടങ്ങൾ തങ്ങളിൽ ഒരാളുടെയും ജീവന് വില പറയുവാൻ വേണ്ടി ഭൂമിയിൽ പര്യവശേഷിക്കരുത് എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയ ഇസ്രായേൽ അനിതര സാധാരണമായ ആക്രമണങ്ങളാണ് അവർക്കെതിരെ അഴിച്ചുവിട്ടത്. അങ്ങനെ ഹമാസും ഹിസ്ബുള്ളകളും അടക്കം ഇറാന്റെ ചെല്ലും ചെലവും കൊണ്ട് ചോരക്കളി തുടങ്ങുന്ന അധമക്കൂട്ടങ്ങളെയെല്ലാം തീർത്തു മുന്നേറുകയായിരുന്നു ഇസ്രായേൽ. എന്നാൽ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ടാർഗറ്റ് ഹമാസ് ആയിരുന്നതിനാലും തല്ലുകൊള്ളിത്തരങ്ങൾ കാണിച്ചിട്ട് അവർ പതുങ്ങിയിരുന്നത് ഗാസയിലെ നിരപരാധികളുടെ മറവിൽ ആയിരുന്നതിനാലും പലസ്തീൻ സിവിലിയന്മാരിൽ പലരും ദാരുണമായി മരണത്തിന് കീഴടങ്ങുന്ന സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. തങ്ങൾക്ക് സംഭവിച്ച നഷ്ടങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്തു. എന്നാൽ ഇനി ഒട്ടും വൈകിക്കാതെ തങ്ങളുടെ ആളുകളെ ഭീകര തടവറയിൽ നിന്ന് മോചിപ്പിച്ച് യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമവായത്തിലേക്ക് വരാൻ ഇസ്രായേൽ ഹമാസിന് മനസ്സിലാകുന്ന ഭാഷയിൽ വ്യക്തമാക്കിയെങ്കിലും അങ്ങനെ സമവായം ഉണ്ടായാൽ തങ്ങളുടെ ഗൂഢലക്ഷ്യങ്ങൾ പലതും വർക്കൗട്ട് ആകാതെ വരുമെന്ന് ഓർത്തിട്ടായിരിക്കണം ഹമാസ് ആ സദുപദേശത്തെ വലിച്ച് എറിയുകയാണ് ഉണ്ടായത്. ലോകരാഷ്ട്രങ്ങളിലെ ശാക്തിക ചേരികൾ പശ്ചിമേഷ്യയെ നോക്കി പ്രസ്താവനകൾ ഇറക്കിയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഫോർമുല ആരുടെയും കൈകളിൽ ഉണ്ടായിരുന്നില്ല. അവിടെയാണ് അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായി അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്ര സമീപനങ്ങൾ വിജയത്തിലേക്ക് എത്തിയത്. താൽക്കാലികമായിട്ടാണ് എങ്കിലും യുദ്ധത്തിന്റെ 1 വർഷത്തിനും 3 മാസങ്ങൾക്കും ശേഷം കഴിഞ്ഞ ജനുവരി അവസാനത്തോടെ ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വരികയായിരുന്നു. സ്വാഭാവികമായും കനത്ത ദുരിതങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന ഗാസയിലെ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമായിരുന്നു ആ വെടിനിർത്തൽ ദിനങ്ങൾ. എന്നാൽ തങ്ങൾക്ക് ഗുണം വരുത്തുമെന്ന് തള്ളിമറിച്ചുകൊണ്ട് തങ്ങളെ മറയാക്കി ധർമ്മശേഖരം കൊള്ളുന്ന ഹമാസ് വെടിനിർത്തലിൽ പാലിക്കേണ്ട മര്യാദകളൊന്നും പാലിക്കാതെയും വെടിനിർത്തലിന്റെ 2ാം ഘട്ടം തുടരാനാകാതെയും വന്നപ്പോൾ മുമ്പില്ലാത്ത തരത്തിലുള്ള കനത്ത ആക്രമണവുമായി ഇസ്രായേൽ വീണ്ടും കളത്തിലിറങ്ങുകയും ചെയ്യുകയായിരുന്നു. അതോടെ ഇനിയും മിണ്ടാതിരുന്നാൽ തങ്ങളിൽ എല്ലാവരെയും ഹമാസ് നിർദ്ദയം കൊലയ്ക്ക് കൊടുക്കുമെന്നും തങ്ങളുടെ മരണം വിറ്റ് അവർ കാശുണ്ടാക്കുമെന്നും ഹമാസിന്റെ നയങ്ങളും ലക്ഷ്യങ്ങളും തിരിച്ചറിയാത്ത പലസ്തീനികൾ ഭീകരവാദികളായ ഹമാസ് തങ്ങളുടെ പോരാളികൾ ചമയുന്നത് മതിയാക്കിയിട്ട് ഗാസ വിട്ട് പുറത്തു പോകണമെന്ന് ആക്രോശിച്ചുകൊണ്ട് അവർക്കെതിരെ അസാധാരണ പ്രതിഷേധവുമായി ഗാസ തെരുവിൽ ഇറങ്ങുകയായിരുന്നു. ഹമാസ് പോരാടുന്നത് പലസ്തീന്റെ മോചനത്തിന് വേണ്ടിയാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അത്ര വലിയ തിരിച്ചറിവൊന്നുമില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകളെ തീവ്രവാദികളുടെ കയ്യാളുകൾ നിരന്തരമായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ മിഡിൽ ഈസ്റ്റ് തീവ്രവാദത്തിന്റെ മൊത്തക്കച്ചവടക്കാരായ ഇറാനും ഹിസ്ബുള്ള തീവ്രവാദികളുടെ ഈറ്റില്ലമായ ലെബനനും ഹൂത്തികൾ കുത്തിമറിയുന്ന യമനും ഏതാനും ചില അറബ് രാഷ്ട്രങ്ങൾക്കുമല്ലാതെ ഹമാസിന്റെ കൊള്ളരുതായ്മകളെ വെള്ളപൂശാനോ അവരെ പിന്തുണയ്ക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ത്യയടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേലിനൊപ്പമായിരുന്നു. കാരണം ന്യായം ഇസ്രായേലിന്റെ ഭാഗത്തായിരുന്നു. എന്നാൽ ഈ രാജ്യങ്ങളെല്ലാം പലസ്തീനിലെ പാവങ്ങളുടെ ഉദ്ധാരണത്തിന് ഉതകുന്ന പാക്കേജുകൾ പ്രഖ്യാപിക്കുകയും അത് കൃത്യമായി എത്തിക്കുകയും ചെയ്തു.
എന്നാൽ ഇക്കണ്ട കാലം മുഴുവൻ മനുഷ്യന്റെ പച്ചച്ചോരയിൽ പുളയ്ക്കുന്ന കിരാത വൃത്താന്തങ്ങൾ തുടർന്നപ്പോഴും ഹമാസ് തീവ്രവാദികൾ തട്ടിമൂളിച്ചതുപോലെ അവർ പാലസ്തീന്റെ മോചനത്തിനു വേണ്ടി പോരാടുന്നവരോ പലസ്തീന്റെ സ്വാതന്ത്ര്യ സമര പോരാളികളോ ഒന്നുമായിരുന്നില്ല എന്നത് പലരും അറിഞ്ഞില്ല. എന്നാൽ ഈ യുദ്ധം ആരംഭിക്കുന്നതിനും കുറേ വർഷങ്ങൾക്ക് പുറകിൽ ഇസ്രായേൽ തങ്ങളുടെ പ്രാരംഭ ലക്ഷ്യം മാത്രമാണ് എന്നും എന്നാൽ തങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം ലോകം മുഴുവനും ഇസ്ലാമിന്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എന്നും വ്യക്തമാക്കിക്കൊണ്ട് ഹമാസ് കമാൻഡറായിരുന്ന മഹ്മൂദ് അൽ സഹർ രംഗത്ത് വരികയുണ്ടായി. ونتكلم عن معركة الوعد الآخرة لا نتكلم فيها لأننا سنحرر أرضنا فقط. 510 مليون كيلومتر مربع وهي مساحة الكرة الأرضية سوف تعيش حالة لا ظلم فيها ولا قهر فيها ولا خيانة ولا صهيونية ولا مسيحية غادرة. തീവ്രവാദികൾക്ക് എല്ലാം ഇത് അറിയാമായിരുന്നുവെങ്കിലും തീവ്രവാദികളുടെ അടുത്തൂൺ പറ്റികളായ ആഗോള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ കണ്ണിറുക്കി അടച്ചതുകൊണ്ട് ഹമാസ് തീവ്രവാദികളല്ല എന്നും പലസ്തീന്റെ മോചനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ധീരന്മാരായ പോരാളികളാണെന്നും ആവർത്തിച്ചുകൊണ്ട് പാടിക്കൊണ്ട് ജമായത്തെ ഇസ്ലാമി പോലെയുള്ള വർഗീയ സംഘടനകൾ അവരുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അത് പ്രചണ്ഡമായി പ്രചരിപ്പിച്ചപ്പോൾ കലാപക്കെടുതികളിൽ വലയുന്ന പലസ്തീനികൾക്ക് ലഭിക്കേണ്ട അനുഭാവം വകമാറ്റി ഹമാസിന് നൽകിക്കൊണ്ട് അവരെ ഡെക്കറേറ്റ് ചെയ്യുന്നതും അവരുടെ പേരിൽ ആചാരക്കഥനകൾ മുഴക്കുന്നതും കേരളത്തിലെ ഇസ്ലാമിക വോട്ട് ബാങ്ക് പ്രീണനത്തിന് പറ്റിയ വഴി തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഇടത് വലത് കക്ഷികൾ ആ കാറ്റിൽ തന്നെ പാറ്റാൻ തുടങ്ങുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ഹമാസ് തീവ്രവാദികളല്ല, മറിച്ച് പോരാളികളാണ് എന്നും അവർ നടത്തിയത് പ്രത്യാക്രമണമാണ് എന്നും ഏറ്റുപാടി ഹമാസ് തീവ്രവാദികളാണെങ്കിൽ ഇസ്രായേലും തീവ്രവാദികളാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആദ്യം രംഗത്തെത്തിയത് CPM-ലെ പടം കൊഴിഞ്ഞു തുടങ്ങിയ സഖാവ് MA ബേബി ആയിരുന്നു. യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഹമാസ് നടത്തിയത് പ്രത്യാക്രമണമാണ്. ഇപ്പോഴത്തെ ഈ സംഘർഷവും രക്തച്ചൊരിച്ചിലും ഉണ്ടാകുന്നതിന് മുമ്പ് 248 പാലസ്തീനികൾ ഇസ്രയേലികളുടെ ആക്രമണത്തിൽ ഈ വർഷം കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് പാലസ്തീനിൽ. ഇപ്പോൾ ഹമാസ് നടത്തിയ ആക്രമണത്തിനോട് പ്രതികരിച്ചുകൊണ്ട് ഇസ്രയേൽ പ്രത്യാക്രമണം നടത്തുന്നു എന്നാണ് മാധ്യമങ്ങൾ പൊതുവിൽ ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഹമാസ് നടത്തിയത് പ്രത്യാക്രമണമാണ്. ഹമാസ് എന്ന് പറഞ്ഞാൽ ഉപരോധിക്കപ്പെട്ട ഒരു പ്രദേശത്ത് പുറത്തുനിന്ന് ഒരു യുദ്ധോപകരണങ്ങളും അവർക്ക് കിട്ടുന്നില്ല. യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു സാമഗ്രികളും അങ്ങോട്ട് ഗാസയിലേക്ക് കടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നില്ല. കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് അങ്ങനെ ഉപരോധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. 40 കിലോമീറ്റർ ദൂരവും 20 കിലോമീറ്റർ വീതിയുമുള്ള ഏതാണ്ടൊരു സ്ഥലം. പക്ഷേ 20 ലക്ഷത്തോളം ആളുകൾ അവിടെ തിങ്ങിപ്പാർക്കുകയാണ്. ലോകത്തെ ഏറ്റവും ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനുള്ള ഒരു സ്ഥലമാണ് ഈ ഗാസ. അപ്പോൾ അവർ നടത്തിയിട്ടുള്ള ഈ പ്രത്യാക്രമണം അതിൻ്റെ രക്തച്ചൊരിച്ചിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ, അച്ചടി മാധ്യമങ്ങൾ വിശേഷിച്ചും കാണാത്ത കാര്യം, ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണെന്ന് പറയുമ്പോൾ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ഭരിക്കുന്നത് ഒരു തീവ്രവാദ ഭരണകൂടമാണ്. ബേബി സഖാവ് പാർട്ടിയുടെ തീരുമാനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വോട്ട് ബാങ്ക് പ്രീണനം നടത്തിയത് എങ്കിലും പാർട്ടിയുടെ ജനസമ്മതയായ നേതാവ് KK ശൈലജ ടീച്ചർ ബേബിയുടെ പ്രസ്താവനകളെ തള്ളിക്കൊണ്ട് ഹമാസ് ഭീകരന്മാരാണ് എന്നും ഇസ്രായേലിന്റെ ജനവാസ മേഖലയിൽ ഹമാസ് നടത്തിയ ഭീകരാക്രമണങ്ങളെ മനസാക്ഷിയുള്ളവരെല്ലാം അപലപിക്കുമെന്നും പോസ്റ്റ് ഇട്ടുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി. ഇത്തരത്തിൽ ധാർമ്മിക ബോധത്തോടെ സത്യം വിളിച്ചു പറയാൻ CPM-ൽ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നോർത്ത് ഭൂരിപക്ഷം ആളുകളും രംഗത്ത് വന്നു എങ്കിലും സന്ധ്യയ്ക്ക് മുൻപ് പോസ്റ്റിൽ തിരുത്തു നൽകിക്കൊണ്ട് ടീച്ചറിന് തടി തപ്പേണ്ട സാഹചര്യമുണ്ടായി. മിനിസ്റ്റീരിയൽ മെറ്റീരിയലായി CPM അവതരിപ്പിച്ചുകൊണ്ട് വന്നു എങ്കിലും തൃപ്പൂണിത്തുറയിൽ തോറ്റമ്പിയ യുവ വിപ്ലവകാരി M സ്വരാജ് അതേക്കുറിച്ച് പറഞ്ഞത് എത്ര നിഷ്ഠൂരതകൾ ഹമാസ് കാണിച്ചിട്ടുണ്ട് എങ്കിലും അവർ നിരപരാധികളാണ് എന്നായിരുന്നു. ഇരുട്ടിന്റെ മറവിൽ ഇസ്രായേലിലേക്ക് പെരിച്ചാഴികളെ പോലെ നുഴഞ്ഞു കയറി കൊലയാട്ടം നടത്തിയവർ സ്വന്തം വീട്ടിലേക്കും അങ്ങനെ കയറി കൊലപാതകം നടത്തിയാൽ അവരെ നിരപരാധികളെന്ന് വിളിക്കാനുള്ള സ്വരാജിന്റെ നിലവാരം പോലെയുള്ള മനസ്സ് തയ്യാറാകുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. പലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ ലേബലിൽ നാടൊട്ടുക്കും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയ കോൺഗ്രസുകാരിൽ വോട്ട് ബാങ്ക് പ്രകടനത്തിന്റെ പ്രസ്താവനയുമായി ആദ്യം മുന്നോട്ട് വന്ന കോൺഗ്രസ് നേതാവ് റിജിൽ മാങ്കുറ്റി എന്ന് പറഞ്ഞത് ഹമാസിനെ ഭീകര സംഘടനയായി കാണാൻ തനിക്ക് മനസ്സില്ല എന്നും അവർ പോരാളികളാണ് എന്നുമായിരുന്നു. കോൺഗ്രസ് നേതാവും കരുനാഗപ്പള്ളി MLA-യുമായ CR മഹേഷ് ആകട്ടെ പലസ്തീനൊപ്പവും അവർക്ക് വേണ്ടി പോരാടുന്ന ഹമാസിനൊപ്പവും നിൽക്കുന്നതാണ് ശരിയെന്ന് വ്യക്തമാക്കി തന്റെ ഹമാസ് പിന്തുണ ആവർത്തിച്ചപ്പോൾ
തുടർച്ചയായി ഹമാസിനെ ന്യായീകരിച്ചും ഇസ്രായേലിനെ പുലഭ്യം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് കോൺഗ്രസ് നേതാവ് കെ മുരളീധരനായിരുന്നു. എന്നാൽ അതിനേക്കാളൊക്കെ കട്ടികൂടിയ ഹമാസ് പ്രതിപത്തി മൂലം കാസർഗോഡ് ജമായത്തെ ഇസ്ലാമി സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ യോഗത്തിൽ സംസാരിച്ച MP ആയ കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രസ്താവിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിചാരണ കൂടാതെ വെടിവെച്ച് കൊല്ലണമെന്നായിരുന്നു. ഹമാസ് ആരാണെന്നും അവരുടെ നിലപാട് എന്താണെന്നും വ്യക്തമായിട്ട് അറിയാമായിരുന്നിട്ട് കൂടി അവരെ പുട്ടിപൂശി വോട്ടുറപ്പിക്കാൻ കേരളത്തിലെ ഇടതു വലത് രാഷ്ട്രീയക്കാർ ഈ പിത്തലാട്ടങ്ങൾ അത്രയും നടത്തുന്നത് വോട്ട് ബാങ്ക് പ്രീണനത്തിന് വേണ്ടി തന്നെയാണ് എന്ന് മനസ്സിലാകാൻ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും കഴിയും എന്നുള്ളത് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഹമാസ് തീവ്രവാദികളാണ് എന്ന യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞ ശൈലജ ടീച്ചർ പിന്നാലെ അത് തിരുത്തി. എന്നാൽ ഹമാസ് ഭീകരവാദികളാണെന്നും അസന്നിഗ്ധമായി ഊന്നിപ്പറയുകയും അതേ തുടർന്ന് തന്റെ ചോരയ്ക്കായി മുറവിളി ഉയരുകയും ചെയ്തുവെങ്കിലും പറഞ്ഞതിൽ ഉറച്ചു നിന്ന ഏക രാഷ്ട്രീയ നേതാവ് വിശ്വപൗരനായ ശശി തരൂറായിരുന്നു. മുസ്ലിം ലീഗ് കോഴിക്കോട് നടത്തിയ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിലായിരുന്നു തരൂർ തന്റെ നിലപാട് തുറന്നടിച്ചത്. മാനുഷിക നിയമത്തിന്റെ ലംഘനങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒക്ടോബർ 7 തീയതി ഭീകരവാദികൾ ഇസ്രായേലിൽ ആക്രമണം ചെയ്തു. 1400 വ്യക്തികളെ കൊന്നു. 200 ആൾക്കാരെ ഹോസ്റ്റേജായി എടുത്തു. പക്ഷെ അതിൻ്റെ മറുപടി ഇസ്രായേലിൻ്റെ ഗാസയെ ബോംബിംഗ് ചെയ്തിട്ട് 1400 അല്ല, ഒരു 6000 പേരെ കൊന്നു കഴിഞ്ഞു. ബോംബിംഗ് നിർത്തിയിട്ടില്ല. ഈ ഒരൊറ്റ പ്രസ്താവനയോടെ തരൂരിന്റെ ചോരയ്ക്കായി അലറി വിളിച്ചുകൊണ്ട് MK മുനീറും അബ്ദുൾ സമദ് സമദാനിയും അടക്കമുള്ള ലീഗ് നേതാക്കൾ അതേ വേദിയിൽ തന്നെ ശക്തമായി രംഗത്ത് വന്നു. എന്നാൽ ലോകം കണ്ടിട്ടുള്ള പലസ്തീൻ ആരാണെന്നും ഹമാസ് എന്താണെന്നും വ്യക്തമായിട്ട് അറിയാവുന്ന തരൂർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിന്നു എന്നതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. പലസ്തീന്റെ മോചനത്തിന് വേണ്ടി എന്നല്ല, ഗാസയിലെ സാധാരണക്കാരുടെ മോചനം പോലും ആഗ്രഹിക്കാത്ത, പലസ്തീന്റെ പരാധീനതകളെ വിറ്റ് പണമുണ്ടാക്കാനും ചോരക്കളി തുടരാനും മാത്രം ഗാസയിൽ തമ്പടിച്ചിരിക്കുന്ന ക്രൂരമായ സമൂഹമാണ് ഹമാസ് എന്നും അവർ പലസ്തീൻ അല്ല എന്നും ഈജിപ്തിൽ പൊട്ടിമുളച്ച ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ കൊലയാളി വിഭാഗമാണ് എന്നും ആസക്തികളോടെ അർമാദിക്കുക എന്ന സ്വന്തം താല്പര്യത്തിന് അപ്പുറത്ത് പലസ്തീനിലെ സാധാരണക്കാരോട് ഒരു കടപ്പാടുമില്ലാത്ത അവരുടെ അജണ്ടകൾ അസൽ തീവ്രവാദമാണ് എന്നും വിവരമുള്ളവർ പലവട്ടം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇസ്ലാമിക തീവ്രവാദത്തിന് കുടപിടിക്കുന്നവരും അവരുടെ വോട്ട് കൊതിച്ച് നടക്കുന്ന രാഷ്ട്രീയക്കാരും അറിഞ്ഞുകൊണ്ടും സാധാരണക്കാരാകട്ടെ ഇതൊന്നും അറിയാതെയും ഹമാസിനെ പലസ്തീനിലെ സ്വാതന്ത്ര്യ പോരാളികളായി പ്രതിഷ്ഠിച്ച് സ്തുതിപ്പാട്ടുകൾ പാടിക്കൊണ്ടേയിരുന്നു. കുറച്ചുപേരെ ഏറെക്കാലവും എല്ലാവരെയും കുറച്ചു കാലവും പറ്റിക്കാമെങ്കിലും എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ ആകില്ല എന്ന സനാതന സത്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് എല്ലാ കള്ളത്തരങ്ങളും കാപട്യങ്ങളും പൊളിഞ്ഞ് അടുങ്ങുകയും കള്ളി വെളിച്ചത്താക്കുകയും ചെയ്യുന്ന ഒരു ദിവസം മുമ്പിലുണ്ടെന്ന യാഥാർത്ഥ്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഹമാസിനെ ഗോബാക്ക് വിളിച്ച് ഒരിക്കൽ സ്തുതി പാടിയവർ തന്നെ അവരെ അടിച്ചു പുറത്താക്കാൻ രംഗത്തിറക്കിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഹമാസ് പ്രീണനപ്പാട്ടുകൾ പാടി കാലം കഴിച്ച കേരളത്തിലെ ഇടതു വലത് പുള്ളികൾക്ക് പറയാനുള്ളത് കേൾക്കാൻ കേരളത്തിലെ ജനങ്ങൾ കാതോർത്തിരിക്കുകയാണ്. പലസ്തീനിലെ ജനങ്ങൾ ഹമാസിനെ തള്ളിക്കളഞ്ഞിട്ടും ഏതു വിധത്തിലും അധികാരത്തിൽ കയറിപ്പറ്റാൻ വീണ്ടും ഹമാസിന് വേണ്ടി കോഴിക്കോട്ടെ കടപ്പുറത്ത് പ്രാർത്ഥനാ സംഗമം നടത്തുവാൻ മതേതരരായി ചമഞ്ഞു നടക്കുന്ന കോൺഗ്രസും ലീഗും ലെവലേശം ഉളുപ്പില്ലാതെ രംഗത്തിറങ്ങിയത് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണിപ്പോൾ. ഇസ്രായേലിൽ കടന്നു കയറി പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു തള്ളുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കശാപ്പ് ചെയ്യുകയും ചെയ്ത ഹമാസിന് വേണ്ടി നടത്തിയ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവർ തെളിയിച്ചിരിക്കുന്നത് കേവലം ഐക്യദാർഢ്യം മാത്രമല്ല, മറിച്ച് ഇന്നത്തെ കോൺഗ്രസ് പാർട്ടി വാസ്തവത്തിൽ ആരാണ് എന്നും എന്താണ് എന്നുമുള്ള വലിയ സത്യങ്ങളാണ് എന്ന് ഓർത്തിരിക്കുക. തങ്ങൾ പോലും അറിയാതെ തങ്ങളെ മനുഷ്യ കവചമാക്കി ഒരു മുന്നറിയിപ്പുമില്ലാതെ തങ്ങളെ പച്ചയ്ക്ക് കൊലയ്ക്ക് കൊടുക്കുന്ന ഹമാസാണ് തങ്ങളുടെ യഥാർത്ഥ ശത്രുവെന്ന് തിരിച്ചറിഞ്ഞ ഗാസയിലെ ആയിരക്കണക്കിന് ജനങ്ങൾ ഹമാസ് ഭീകര സംഘം തങ്ങളെ ഭരിച്ചത് മതിയായി എന്നും അവർ ഗാസ വിട്ടു പോകണമെന്നും തങ്ങൾക്ക് സമാധാനമായി ജീവിക്കണമെന്നുമുള്ള ആഹ്വാനം തീവ്രവാദത്തെ മുന്നിൽ നിർത്തി ലോകം കീഴടക്കാനിറങ്ങിയ നിഗൂഢ പ്രത്യയ ശാസ്ത്രങ്ങളുടെ നെഞ്ചിൽ തന്നെയാണ് വന്ന് പതിച്ചിരിക്കുന്നത്. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ ആയിരക്കണക്കിന് പലസ്തീനികളാണ് വടക്കൻ ഗാസയിലെ ബെയ്റ്റ് ലാഹിയ തെരുവിലിറങ്ങിയത്. ഹമാസ് അധികാരത്തിൽ നിന്നും പുറത്തു പോകണമെന്നും നിലവിലെ സംഘർഷം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിന്റെ വീഡിയോകളും ഫോട്ടോകളും സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. പലസ്തീനിലെ ഇല്ലായ്മക്കാരന്റെ ബലഹീനതകളെ സമ്പന്ന ഇസ്ലാമിക ലോകത്തിന്റെ മുന്നിൽ നിരത്തിവെച്ച് ശതകോടികൾ പിരിച്ചെടുക്കുകയും അതുപയോഗിച്ച് കോടികളുടെ ആസ്തിവകകൾ സ്വന്തമാക്കുകയും അതിലൊരു ഭാഗമെടുത്ത് തോക്കുകളും ബോംബുകളും റോക്കറ്റുകളും തുരങ്കങ്ങളും ഒക്കെ ഉണ്ടാക്കി
ചോരക്കളികൾ തുടരുകയും ചെയ്യുന്ന ഹമാസിനേക്കാൾ പലസ്തീനിലെ ജനങ്ങൾക്ക് ആഹാരവും വെള്ളവും വൈദ്യുതിയും മരുന്നും ഇന്ധനവും ജോലിയുമെല്ലാം കൊടുത്തുകൊണ്ട് ഇസ്രായേൽ അവരെ ഇതുവരെ സഹായിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഒക്ടോബർ 7-ന് താപത്താചരണത്തിന് ശേഷം വിശ്രമിച്ചുകൊണ്ടിരുന്ന ഇസ്രായേലികളുടെ വീടുകളിലേക്ക് ഇരച്ചു കയറി അവരിൽ പലരെയും കൊന്നൊടുക്കുകയും ചിലരെ ബന്ദികളാക്കുകയും ചെയ്ത തീവ്രവാദി കൂട്ടത്തെ നേരിടുക മാത്രമാണ് ഇസ്രായേൽ ചെയ്തത് എന്നും സ്ത്രീകളോടും കുട്ടികളോടും വൃദ്ധജനങ്ങളോടും മൃതദേഹങ്ങളോട് പോലും ഹമാസ് തീവ്രവാദികൾ കാണിക്കുന്ന കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതകൾ ഇസ്രായേൽ ഒരിക്കലും തങ്ങളോട് കാണിച്ചിട്ടില്ലെന്ന് ഇപ്പോൾ ഗാസക്കാർ തിരിച്ചറിഞ്ഞിരിക്കുകയുമാണ്. ഇസ്രായേലിനെ കൂടി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന UN എന്ന സംഘടന ഇപ്പോൾ പരസ്യമായി ഹമാസിനൊപ്പം നിന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ പ്രസ്താവനകൾ നടത്തുന്ന ഒരു വല്ലാത്ത സാഹചര്യം സംജാതമായിരിക്കുകയാണ്. സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ഹമാസ് ഭക്തന്മാരെ പോലെ തന്നെ UN-ഉം ഹമാസ് പ്രീണനവും ഇസ്രായേലിനോടുള്ള എതിർപ്പുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. UN-ന്റെ പല സ്ഥാപനങ്ങളും ഹമാസ് തീവ്രവാദികൾ തങ്ങളുടെ സങ്കേതമായി മാറ്റുകയാണ് എന്നും ഹമാസ് തട്ടിയെടുത്ത ബന്ദികളിൽ പലരും UN-ന്റെ നിയന്ത്രണത്തിലായിരുന്നു എന്നുമുള്ള വെളിപ്പെടുത്തൽ നിസ്സാരമായി കാണാൻ കഴിയുന്നതല്ല. അതിനെതിരായി അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നീക്കങ്ങൾ എന്തായിരിക്കുമെന്ന് കാണാൻ ലോകം ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ഏതായാലും ഗാസയെ വെടിപ്പാക്കാനുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഈജിപ്തിൽ അവർക്ക് വേണ്ട എല്ലാത്തരം താമസ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ഒഴിഞ്ഞു പോകുവാനുള്ള നടപടികൾ ഇസ്രായേലും അമേരിക്കയും ശക്തമാക്കിയിരിക്കുകയാണ്. ഇസ്രായേൽ ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഹമാസ് എന്ന തീവ്രവാദി കൂട്ടത്തെ വേരും കൊമ്പുമില്ലാതെ ചാമ്പലാക്കുവാനാണ്. അതിനിടയ്ക്ക് ജിഹാദിലൂടെ ഇസ്രായേലിനെ പിടിച്ചെടുക്കുമെന്നും തങ്ങൾ ഒരിടത്തേക്കും ഒഴിഞ്ഞു പോകില്ല എന്നുമൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഏക ഹമാസ് നേതാവായ ഖാലിദ് മഷാൽ രംഗത്ത് വന്നു. ഖത്തറിന്റെ സുരക്ഷയിലിരുന്ന് തീവ്രവാദത്തിന് ചുക്കാൻ പിടിക്കുന്ന മഷാലിന്റെ വാക്ക് കേട്ട് ഹമാസ് ആയുധമെടുക്കാൻ ഓങ്ങുന്നതിന് മുൻപ് ഹമാസ് നേതാവായ ഇസ്മായിൽ ബർഖൂമിനെയും അബ്ദുൽ ലത്തീഫ് അൽ ഖാനുവിനെയും ഇസ്രായേൽ തീർത്ത് കളയുന്നത് ലോകം കണ്ടു. ഗാസയെ ഏഷ്യയിലെ സുഖവാസ കേന്ദ്രമാക്കി മാറ്റാൻ പദ്ധതികളൊരുക്കി ഇറങ്ങിയിരിക്കുന്ന ട്രംപ് ആകട്ടെ ഇപ്പോൾ കലശലായ കോപത്തോടെ ഹമാസിനെതിരെ രംഗത്തിറങ്ങിയിരിക്കുകയുമാണ്. ഹമാസ് എന്ന ഭീകര ശൃംഖലയെ പൂർണ്ണമായും തകർക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇസ്രായേൽ ഗാസയിൽ ആക്രമണം തുടരുമ്പോൾ ഇനിയും ഗാസയിലെ പാവങ്ങൾക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? അവർ മടുത്തു, അവർക്ക് മതിയായി. അവർ തങ്ങളുടെ തീരുമാനം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഹമാസിനി ഗാസയിൽ വേണ്ടേ വേണ്ട എന്നുള്ളതാണ് ഗാസയിലെ ജനങ്ങളുടെ തീരുമാനം. അതിപ്പോൾ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തലമുറകളെയും കുടുംബങ്ങളെയും നശിപ്പിക്കുന്ന ലഹരിക്കെണിക്കെതിരെ ചില നേതാക്കന്മാർ നടത്തിയ ഉത്തരവാദിത്വമുള്ള മുന്നറിയിപ്പുകൾ നിമിത്തം അസ്വസ്ഥത ബാധിച്ച ചിലർ അതിനെതിരെ നടത്തിയത് അതിശക്തമായ പ്രതിഷേധങ്ങളായിരുന്നു. എന്നാൽ അവരുടെ വാക്കുകളെ അന്വർത്ഥമാക്കിക്കൊണ്ട് കേരളത്തിന്റെ തെരുവുകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന തലമുറകൾ ലഹരി കഴിച്ച് മതോന്മത്തരായി കൂത്താടുന്ന ഭീകരമായ കാഴ്ചകൾ പെരുകുകയാണ്. ഇതിനിടയിൽ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ നിന്ന് പുറത്തു വന്ന വാർത്ത കേട്ട് ലോകം മുഴുവൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഒരു സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി സ്വീകരിച്ച 10 പേർ HIV പോസിറ്റീവ് ബാധിതരായി മാറിയിരിക്കുന്നുവെന്ന കണ്ടെത്തലാണ് ഇപ്പോൾ ഏവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. ആരോഗ്യ വകുപ്പ് നടത്തിയ സർവേയിലാണ് ഒരാൾക്ക് HIV ബാധയുള്ളതായി കണ്ടെത്തിയത്. അതിനു പുറമെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധന അത് നടത്തിയപ്പോഴാണ് സുഹൃത്തുക്കളായ 10 പേർക്കും രോഗമുള്ളതായി സ്ഥിരീകരണമുണ്ടായത്. ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി കുത്തിവെച്ചതിനെ തുടർന്നാണ് സുഹൃത്തുക്കൾക്കിടയിൽ രോഗം പകർന്നത് എന്ന് ആരോഗ്യ വകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. എല്ലാവരും മാരകമായി ലഹരി ഉപയോഗിക്കുന്നവരാണ്. ഏറ്റവും ഭീകരമായിരിക്കുന്നത് ഇവരിൽ പലരും വിവാഹിതരാണെന്ന് കൂടെ അറിയുമ്പോഴാണ്. 10 എന്ന സംഖ്യ ഇനിയും പെരുകുമെന്ന് ഉറപ്പായിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അമ്പരന്ന് നിൽക്കുകയാണ് അധികാരികൾ. വളാഞ്ചേരിയിലെ HIV റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലാ ഭരണകൂടം അടിയന്തര യോഗം ചേർന്നിരിക്കുകയാണ്. തുടർ നടപടികൾ സംബന്ധിച്ച് യോഗത്തിൽ തീരുമാനമെടുക്കും. HIV സ്ഥിരീകരിച്ചവരിൽ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ അടക്കം ഉണ്ട് എന്നുള്ളതാണ് വിവരം. പാലാ ബിഷപ്പായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് നാർക്കോട്ടിക്സിനെ കുറിച്ച് മുൻപ് നടത്തിയ മുന്നറിയിപ്പുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ശക്തമായ നീക്കങ്ങളാണ് പ്രബുദ്ധരെന്ന് മേനി പറഞ്ഞു നടക്കുന്ന കേരളത്തിലെ ചില മാന്യന്മാർ നടത്തിയത്. എന്നാൽ അന്ന് അഭിവന്ദ്യ ബിഷപ്പ് പറഞ്ഞത് കാര്യങ്ങളെല്ലാം അച്ചട്ടായി മാറിയെന്നും തലമുറകളിൽ പലരും ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ ഞെരിഞ്ഞമർന്നു എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ബോധ്യമായിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും വരും തലമുറകളെ കുറിച്ചുള്ള തികഞ്ഞ ഉത്തരവാദിത്ത ബോധത്തോടെ
പിതാവ് തന്റെ ശുശ്രൂഷകൾ നിർവഹിച്ച് മുന്നോട്ട് പോവുകയാണ്. വീണ്ടും ആ പ്രവാചക ശബ്ദം തലമുറകൾക്ക് ഉത്ബോധനമായി മുഴങ്ങിക്കേൾക്കുകയുണ്ടായി. ഇനി അല്പം കൂടെ ഉള്ളൂ മുങ്ങി താടാനായിട്ട്. രാസ ലഹരി വസ്തുക്കളോട് വളരെ ശക്തമായ നിലപാട് സർക്കാരും വ്യക്തികളും കുടുംബങ്ങളും എല്ലാം എടുത്തില്ലെങ്കിൽ വമ്പൻ വിപത്താണ് നമുക്ക് വരാനിരിക്കുന്നത്. മഞ്ഞ് ഉരുകി തുടങ്ങിയിട്ടേ ഉള്ളൂ, മല ഇടിഞ്ഞ് വീഴാൻ തുടങ്ങുന്നതേ ഉള്ളൂ. എത്രയോ രാജ്യങ്ങളാണ് മയക്കുമരുന്ന് വഴി ബലഹീനമായി പോയത്, സംസാരിക്കാൻ ശേഷിയില്ലാതെ പോയത്, ബുദ്ധിപരമായ തീരുമാനങ്ങളും സമീപനങ്ങളും എടുക്കാൻ പറ്റാതെ പോകുന്നത്. എത്രയോ പദ്ധതികളാണ് പല രാജ്യങ്ങളിലും നഷ്ടപ്പെട്ടു പോയത്. കാരണം മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കളെല്ലാം ഈ മയക്കുമരുന്നിന് അടിമകളായിപ്പോയി. കുട്ടിയുടെ പ്രായവും ജീവിക്കുന്ന കാലവും മനസ്സിലാക്കി വേണം മാതാപിതാക്കൾ പെരുമാറാൻ. അവരുടെ മനസ്സിനെ മുറിപ്പെടുത്താതെ അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മാതാപിതാക്കൾ ശ്രമിക്കുകയും ചെയ്യണം. ലഹരി മാഫിയ ചുറ്റുമുണ്ട് എന്ന ജാഗ്രത മാതാപിതാക്കളിൽ കൂടുതലായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്, അച്ഛന്മാരിൽ കൂടുതലായിട്ടുണ്ടാകേണ്ടതുണ്ട്, സമർപ്പിതരിലും ഉണ്ടാകേണ്ടതുണ്ട്. അച്ഛന്മാരുടെ ഹൃദയം ഇടവകയിലെ ജനങ്ങളുടെ ഹൃദയത്തിലാണെങ്കിൽ ഒരുപാട് പരിക്കുകൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. സമർപ്പിതരുടെ ശുശ്രൂഷ സാധാരണ ജനങ്ങളുടെ ഇടയിലാണെങ്കിൽ ഒരുപാട് തിന്മകൾ മാറ്റിയെടുക്കാൻ പറ്റും. സർക്കാർ അയഞ്ഞു കൊടുക്കുന്നത് അവർക്ക് ലാഭത്തിന് വേണ്ടിയാണ്. അവർക്കറിയാം ഇത് വലിയ ദുരന്തമാണെന്നും ഇത് തിന്മയാണെന്നും ഒക്കെ അവർക്കും അറിയാം. പക്ഷേ അവർ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത നോക്കി എങ്ങനെയാണ് പണം കൂടുതൽ ഉണ്ടാക്കാവുന്നത് എന്ന കാര്യം നോക്കി മാത്രം പ്രവർത്തിക്കുമ്പോഴാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ത്യൻ പാർലമെന്റിന്റെ പരിഗണനയിൽ ഇരിക്കുന്ന വഖഫ് ഭേദഗതി നിയമം പാസ്സാക്കിയാൽ മാത്രമേ മുനമ്പത്ത് അടക്കമുള്ള വഖഫ് ഇരകൾക്ക് അവർ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് ശാശ്വതമായ മോചനം ലഭിക്കുകയുള്ളൂ. കേരളത്തിലെ രാഷ്ട്രീയക്കാരെയും സഭാ നേതൃത്വത്തെയും ഈ അനിവാര്യതയിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് മുനമ്പം സമരത്തിന്റെ പ്രധാനപ്പെട്ട നേതാവായ ജോഷി മയ്യാറ്റിലച്ചൻ രംഗത്ത് വന്നതോടെ ഇപ്പോൾ സഭയൊന്നടങ്കം വഖഫ് ഭേദഗതിക്ക് അനുകൂലമായി ശക്തമായി രംഗത്ത് എത്തിയിരിക്കുകയാണ്. ക്രൈസ്തവ സഭകളുടെയും സമൂഹത്തിന്റെയും ഈ ശക്തമായ നീക്കത്തോടെ ഇടതലും വലതരുമെല്ലാം ഒന്നുപോലെ വെട്ടിൽ ആയിരിക്കുകയാണിപ്പോൾ. ഏതായാലും ഈ ദിവസങ്ങളിൽ വഖഫ് ഭേദഗതി നിയമത്തിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. മുനമ്പത്തുകാർക്ക് ഇനി സമാശ്വാസത്തിന്റെ നാളുകൾ വന്ന് ചേരുമെന്ന് ആശ്വസിക്കാം. ന്യൂസ് ക്യാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച.